നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസം വരാൻ പോവുകയാണ്. കഴിഞ്ഞ മാസങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ നേട്ടവും ഭാഗ്യവുമായിട്ടാണ് ഈ ജൂലൈ മാസത്തിൻ്റെ വരവ്. 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. സാമ്പത്തികമായൊരു ഉന്നതി വന്നു ചേരുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ കുറയുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ മാസത്തിൽ. ഈ ജൂൺ 29 മുതൽ തന്നെ ഈ 5 നക്ഷത്രക്കാർക്ക് അതിൻ്റെ മാറ്റങ്ങൾ ആരംഭമാകുന്നതാണ്. സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നതാണ്. മഹാഭാഗ്യ സമയം കൂടിയാണ് ആരംഭമാകുന്നത്. ഒരു ഉന്നതി ഉണ്ടാകും. ജീവിതത്തിൽ ഒരു ഉന്നതി ഉണ്ടാകുന്നില്ല, അടിക്കടി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്നിവ അനുഭവിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ അതിനൊരു മാറ്റമുണ്ടാകുന്ന സമയം ജൂലൈ മാസമാണ്. നല്ലൊരു സമയമാണ്, ഭാഗ്യമേറിയ ദിനങ്ങളാണ്. അപ്പോൾ ആ ഒരു സമയം പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എപ്പോഴും പറയുന്ന കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു: പ്രാർത്ഥന വളരെയധികം അനിവാര്യമാണ്. പ്രാർത്ഥനകളിലൂടെ മാത്രമേ ഈ ഫലങ്ങളൊക്കെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. സമയം നല്ലതാണ് എന്നതൊക്കെ ശരിയാണ്, എങ്കിലും പ്രാർത്ഥനകൾ വളരെയധികം ഫലം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂല ഭാവത്തിലെത്തുമ്പോൾ ആ അനുകൂല ഫലങ്ങൾ പൂർണ്ണഭാവത്തിൽ നിങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ്. ഈ ജൂലൈ മാസത്തിൽ ഭാഗ്യം അധികമായി ലഭിക്കുന്ന 5 നക്ഷത്രക്കാരുണ്ട്. സാമ്പത്തികമായ ഒരു ക്ഷേമം വന്നു ചേരുന്നതാണ്. ശാരീരിക സൗഖ്യം വന്നു ചേരുന്നതാണ്. മാനസിക വ്യതകൾ കുറയുന്നതാണ്. മക്കളെ ഓർത്ത്, കുടുംബത്തിലെ മറ്റ് ബുദ്ധിമുട്ടുകളെ ഓർത്തുള്ള നിങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും മാറുന്നതാണ്. വിദേശവാസത്തിനുള്ള യോഗം കൂടി തെളിയുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. 5 നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. ജൂലൈ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്ന ഭാഗ്യശാലികളായ 5 നക്ഷത്രക്കാരുണ്ട്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. അടുത്ത ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം തെളിയുന്ന സമയമാണ്. സാമ്പത്തികമായി ഉന്നതി വന്നു ചേരും. സാമ്പത്തിക ഐക്യമുണ്ടാകുന്ന സമയമാണ്. ഭാഗ്യമേറിയ ദിനം തന്നെയാണ്. ഒരുപാട് നാളുകളായിട്ടുള്ള അലച്ചിലുകൾക്ക് ഒരു പരിഹാരം എന്നോണമാണ് ജൂലൈ മാസം വന്നു ചേരുന്നത്. മനസ്സിനുള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് പൂയം നക്ഷത്രക്കാർ. സുബ്രഹ്മണ്യൻ്റെ നക്ഷത്രം കൂടിയാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം കൂടി നടത്തുക. എല്ലാവിധ വിഷമങ്ങളും മാറുന്നതാണ്. ഒരു വേലക്ക് സമർപ്പിക്കുക. ഭസ്മാഭിഷേകമൊക്കെ ചെയ്യാൻ സാധിച്ചാൽ അതും ഉത്തമം തന്നെ. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുതരുന്നതാണ്, ഒരു തെളിച്ചം കൊണ്ടുതരുന്നതാണ്. ജീവിതത്തെ പോസിറ്റീവായി കാണാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയം കൂടിയാണ് വരുന്നത്. ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള യോഗം കൂടി തെളിയുന്നുണ്ട്. ദിനം പ്രതി ഓരോ അശുഭകരമായ വാർത്തകൾ, അതായത് സമ്പത്തില്ല, അല്ലെങ്കിൽ കടമാണ്, ഇന്ന് വീട്ടിൽ ഈ സാധനം തീർന്നു, ആ സാധനം തീർന്നു, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും പറ്റുന്നില്ല എന്ന അവസ്ഥയിൽ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകുകയാണ്. സാമ്പത്തികമായി വളരെ വലിയൊരു മാറ്റം, നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്തുന്നത്. അത് ഈ ജൂലൈ മാസം നിങ്ങൾക്ക് വന്നു ചേരും. വിദേശ യാത്രയ്ക്കുള്ള അനുമതി വന്നു ചേരും. വിദേശത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാകും. ഇവിടുന്ന് വലിയ കാര്യത്തിൽ അവിടെ ചെല്ലുന്നു, പക്ഷേ ഉദ്ദേശിച്ച ജോലി കിട്ടാതെ വലയുന്നവർക്കും നിങ്ങൾക്ക് ആ ജൂലൈ മാസത്തിൻ്റെ പകുതിയോടുകൂടി ഉദ്ദേശിച്ച തൊഴിൽ ലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. വീട്ടിലേക്ക് ധനം അയക്കുവാനൊക്കെയുള്ള ഭാഗ്യം വന്നു ചേരും. സന്തോഷ നിമിഷങ്ങൾ ജൂലൈ മാസത്തിൽ വന്നു ചേരുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് കാർത്തികയാണ്. കീർത്തിയേറും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കീർത്തിയിലേക്ക് എത്താൻ പല കാര്യങ്ങൾക്ക് തുനിഞ്ഞിറങ്ങുമ്പോഴും ചില ദുഷ്കീർത്തികളൊക്കെ കേൾക്കേണ്ടതായ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണമായ കീർത്തിയുടെ ഭാവത്തിലേക്ക് എത്താനും സാധിക്കാതെ ഇരുന്നിട്ടുണ്ട്. അതൊക്കെ മാറുന്നതാണ്. സാമ്പത്തിക ഉന്നമനത്തിനുള്ള സമയമാണ്. വരുമാനമുണ്ടാകും. കുടുംബത്തിലേക്ക് വരുമാനം ഉണ്ടാവുകയാണ്. അപ്പോൾ ഉത്തമ ജോലി ലബ്ധി കൂടി അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അനുകൂലമായ സമയം വന്നു ചേരുകയാണ്. കോടീശ്വര യോഗം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ കിട്ടാത്ത ധനങ്ങളൊക്കെ ഉണ്ടാകും. ലോണായിരിക്കും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിച്ച് അത് കിട്ടാതെ, അത് ചെറിയ തുകയാകാം, വലിയ തുകയാകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ആ ധനം വളരെയധികം വിലമതിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ധനങ്ങൾ കിട്ടും. അതേപോലെ പൂർവിക സ്വത്തുകൾ
പിതൃസ്വത്തുക്കൾ ഇതൊക്കെ കിട്ടാനുള്ള ഒരു യോഗം. അതായത് ഒരു വ്യക്തികളോ അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാരണം ആ സ്വത്തുക്കളൊക്കെ തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലായി കാണുന്ന സമയം കൂടിയാണ് ഈ വരുന്ന ജൂലൈ മാസം. അടുത്ത നക്ഷത്രമായി വരുന്നത് ഉത്രമാണ്. ശത്രു ശല്യം, ശത്രു ദോഷം അത് വായുകൊണ്ടുമുള്ളതുണ്ട്, പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നതുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ ചെയ്തു എന്നവർ വാമൊഴി പോലെ പറഞ്ഞ് പരത്തി ഉണ്ടാക്കുന്ന ദോഷമുണ്ട്. കണ്ണീർ, കമ്പേറ്, ചെയ്യുവന തുടങ്ങിയ പലവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. മിത്രങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന സമയം ഇനി വരികയാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് കാലയളവിൽ ആര് കൂടെ വന്ന് അല്ലെങ്കിൽ കൂട്ടിന് വന്നാലും ആ മിത്രമായി നിന്ന ആൾ പോലും ശത്രുക്കളായി മാറുന്നൊരവസ്ഥ അനുഭവിച്ചു. ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ പോകുന്നു. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ തക്ക വഴിപാടുകൾ സമർപ്പിച്ച് ഭദ്രകാളി അമ്മയോട് പറയുക, എൻ്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണം, ശത്രുക്കൾ ഇല്ലാതാവണം, മിത്രങ്ങൾ ഉണ്ടാകണം. ഏത് പ്രവൃത്തിയിൽ ചെന്നാലും ഇന്ന് കാണുന്നവൻ ഇന്ന് ചിരിച്ചു കാണും, പക്ഷെ നാളെ അവൻ പല്ല് ഞെറുമിക്കൊണ്ട് നിൽക്കും. അങ്ങനൊരു അവസ്ഥ, ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. അതിന് നിങ്ങൾ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുകയാണ് ഏറ്റവും വലിയൊരു ഉപാധിയായിട്ടുള്ളത്. അപ്പോൾ ശത്രുക്കൾ അകന്നു പോകും. ആ അകന്നു പോകുന്ന മാത്രമല്ല, ആ ശത്രുക്കൾ തന്നെ നമുക്ക് മിത്രങ്ങളായി ഭവിക്കുകയും ചെയ്യും. അപ്പോൾ ചില സഹായ ഹസ്തങ്ങളൊക്കെ നേർക്ക് വരുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ജോലിയായിട്ടാകാം, അല്ലെങ്കിൽ സമ്പത്ത് തന്നിട്ടാകാം, അല്ലെങ്കിൽ സ്നേഹ സഹകരണങ്ങൾ തന്നിട്ടാകാം, കൂടെ നിൽക്കാം എന്ന വാക്ക് തന്നിട്ടാകാം. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സഹായ ഹസ്തം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിവാഹ ആലോചനകളായിട്ടായിരിക്കും. അപ്പോൾ ഏതായാലും ഉത്തരം നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. വിദേശത്തേക്ക് പോകാനുള്ള അനുമതി കൂടി വന്നു ചേരുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്താൻ ഉന്നത വിദ്യാഭ്യാസ യോഗം കൂടി തെളിയുന്നുണ്ട്. ചുരുക്കി പറയുമ്പോൾ വളരെയധികം അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ജൂലൈ മാസത്തിലൂടെ എത്തിച്ചേരാൻ പോകുന്നത്. അശ്വതിയാണ് അടുത്ത നക്ഷത്രം. കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. മഹാഭാഗ്യ സമയം തന്നെ തുടങ്ങുകയാണ്. ഇനി മുന്നോട്ടുള്ളൊരു 6 മാസക്കാലം ഭാഗ്യസമയം തന്നെയായിരിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകും, സാമ്പത്തികമായ ഒരു അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിലും വിജയം കണ്ടെത്താൻ സാധ്യമാകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂരിഭാഗം അതിൻ്റെ ലാഭം വന്നു ചേരുന്ന ഒരവസ്ഥയിൽ തന്നെയായിരിക്കും. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ശുഭാപ്തി വിശ്വാസം വേണം. ഞാൻ ഇന്ന് ഇറങ്ങിത്തിരിക്കുന്ന കാര്യം അതിലെനിക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും രീതിയിൽ എന്നിലേക്ക് അത് നന്മയായി വന്നു ഭവിക്കും എന്നൊരു വിശ്വാസം, പോസിറ്റീവായിട്ടുള്ള ചിന്ത എപ്പോഴും നിലനിർത്തണം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഡള്ളായി പോകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു രീതി, ഒരു സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ട്. അതൊന്നും മാറ്റുന്നത് ഏറെയും ശുഭകരമായിട്ട് വരുന്നതാണ്. കാര്യങ്ങളിലൊക്കെ വിജയം കണ്ടെത്താനും കൂടി നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ മാസത്തിലൂടെ ആരംഭമാകുന്നത്. ഭരണിയാണ് അടുത്ത നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. സമൃദ്ധിയുടെ നാളുകളാണ് ജൂലൈ മാസത്തിൽ തുടങ്ങാൻ പോകുന്നത്. ലോട്ടറി പോലെയുള്ള ഭാഗ്യം കൂടി കടാക്ഷിക്കുന്നതാണ്. സമ്മാന പദ്ധതികളിൽ നിന്ന് ലാഭം, നേട്ടം, മേന്മ ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നതും ഭാഗ്യസമയത്തിൻ്റേതായിട്ടുള്ള ഒരു കഴിവാണ്. അതായത് ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥ. ഇവിടെ നിങ്ങൾക്ക് അനുകൂല സമയമായതിനാൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോഴും എന്തെങ്കിലും വിധേനയുള്ള പ്രതിസന്ധികൾ വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് കൂടി ഇവിടെ ഭഗവാൻ നൽകുന്നുണ്ട്. ദേവീക്ഷേത്ര ദർശനം നടത്തുക, കോടീശ്വരി യോഗം കാണുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പുഷ്പങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ട് ഹാരം, മാല ചാർത്തുക, ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ചാർത്ത് ദേവിക്ക് അണിയിക്കുക. ഇതൊക്കെ വളരെയധികം മാറ്റം കൊണ്ടുവരുന്നതാണ്. ഒരു അർച്ചനയെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ പേരും നാളും പറഞ്ഞ് അർച്ചന നടത്തുക, അല്ലെങ്കിൽ കുടുംബാർച്ചന എന്നോണം ആയാലും നല്ലത് തന്നെയാണ്. അർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞുടയ്ക്കുക. കൂടാതെ വഞ്ചിയിൽ 1 രൂപ നാണയം അത് ഏറ്റവും പുറത്തുള്ള വഞ്ചിയിലിട്ട് അതിനുശേഷം അകത്ത് കയറി പ്രാർത്ഥിച്ച് നാളികേരം അത് കല്ല് കാണുമല്ലോ നാളികേരം ഉടയ്ക്കേണ്ട സ്ഥലത്ത് അവിടെ ഉടയ്ക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് അത് ഛന്നഭിന്നമായി ഉടച്ച് ഉടഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മുടെ അഹംഭാവം എന്ന ആ ഒരു ഇതും കൂടാണ് ഇതിൻ്റെ ഒപ്പം പോകുന്നത്. അതാണ് നാളികേരം ഉടയ്ക്കുന്നതിന് പിന്നിലുള്ള ആ ഒരു ഐതിഹ്യം. അഹം എന്ന ഭാവം കൂടി ഉടഞ്ഞു പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക, വളരെ മാറ്റമുണ്ടാകും. പുതിയൊരു വർഷത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ നേട്ട സമയങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഇനിയുള്ളൊരു 6 മാസക്കാലം ഈ 5 നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ ദേവി ചൈതന്യം, ദേവി പ്രീതി നേടിയെടുക്കേണ്ടതൊക്കെ വളരെയധികം
ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് കൊണ്ടുതരും. കൂടാതെ കുടുംബക്ഷേത്ര ദർശനം നടത്തുക, സ്ഥലദൈവത്തിൻ്റെ പ്രീതി നേടിയെടുക്കുക. ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും മനസ്സുകൊണ്ട് ഈ ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം എനിക്ക് ഗുണമായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ വരുന്ന ജൂലൈ മാസം, അടുത്ത മാസം ഭാഗ്യം വളരെയധികം അനുകൂലത്തിലുള്ള 5 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞത്.